ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംലി കുക്ക്. ഞാൻ അസിയ നവാസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി സുഖിയനാണ്. സുഖിയൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ചെറുപയറും തേങ്ങയും ശർക്കരയെല്ലാം വിളയിച്ച് മൈദയിൽ മുക്കി പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് കുതിർത്താലാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കുതിർത്തിയെടുക്കണം. 1 കപ്പ് ചെറുപയറിലേക്ക് ഞാനിവിടെ ഒരു 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 100 ഗ്രാം എന്ന് പറയുമ്പോൾ 1 കപ്പാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ പയറെടുക്കുന്നത് ആ ഒരു കപ്പിൽ 1 കപ്പ് തന്നെ ശർക്കര കൂടി എടുക്കുക. ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് മധുരം തന്നെ ആയിരിക്കും. സുഖിയന് മധുരം അധികം കൂടാതിരിക്കുന്നതിനാണ് നല്ലത്. അപ്പോൾ ആദ്യം തന്നെ ചെറുപയറൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ ശർക്കരയും കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ പയറിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതുപോലെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഇതിപ്പോൾ ഏകദേശം കറക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അധികം വെള്ളം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വെന്ത് കഴിയുമ്പോൾ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുന്നതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. പയറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ പയർ കുതിർത്തതായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ 2-3 വിസിൽ പോയാൽ മതി. പയർ വെന്ത് കിട്ടും. അപ്പോൾ പയർ വേകുന്ന സമയം കൊണ്ട് ശർക്കരയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ശർക്കര കട്ടിയായി പോവും. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഒരു സ്റ്റീലിൻ്റെ സ്ട്രെയിനറിൽ തന്നെ അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്ട്രെയിനർ ഉരുകി പോവും. അപ്പോൾ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല, കറക്റ്റായിരുന്നു വെള്ളം. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ വെള്ളം കൂടി വരികയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്നങ്ങ് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പയർ വേവിച്ചെടുക്കുമ്പോൾ കൈ കൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കാൻ പാകത്തിന് വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് വെള്ളം നന്നായിട്ട് വറ്റി കിട്ടില്ല. ഇനി ഇതൊന്ന് ഒന്നങ്ങ് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. കുറച്ച് ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയുടെയും ശർക്കരയുടെയും എല്ലാം വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നങ്ങ് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട കെട്ടാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. ഇത്രയും മതിയാവും. അപ്പോൾ പയർ വിളയിച്ചത് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ചെറുതോ വലുതോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് പയറിൽ നിന്ന് എനിക്ക് ഒരു 18 ബോളാണ് കിട്ടിയത്. ഇത് നമുക്ക് ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം.
അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിവിടെ നിന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇതിപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയിൽ നിന്ന് മാറ്റിയ ഉടനെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടുക. എന്നിട്ട് അടുത്തത് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.